എനിക്ക് അമ്മയില്ല കേട്ടോ. എനിക്ക് രണ്ടാനമ്മയാണ്. എന്റെ വാപ്പയും ഉമ്മയും എന്നോട് ക്രൂരതയാണ് കാണിക്കുന്നത്. എന്നെ വിഷം തന്ന് കൊല്ലുമെന്നാണ് വാപ്പ പറയുന്നത്. എന്റെ വാപ്പി കഷ്ടമുണ്ട്. കണ്ണീരോടെ ഒരു 4ാം ക്ലാസ്സുകാരി തന്റെ നോട്ട്ബുക്കിന്റെ താളുകളിൽ കുറിച്ച വരികളാണിത്. അമ്മയില്ലാതെ വളരേണ്ടി വന്ന ഒരു കുഞ്ഞിന്റെ അവസ്ഥയാണിത്. ഈ കുഞ്ഞെഴുതിയ എന്റെ അനുഭവമെന്ന തലക്കെട്ടുള്ള ഈ കുറിപ്പ് നൽകുന്നത് പൊള്ളുന്ന അനുഭവമാണ്. കുഞ്ഞിന്റെ ഈ അനുഭവം ആദ്യമായി അവളുടെ അധ്യാപിക വായിച്ചെടുത്തത് അവളുടെ ചുവന്നു തുടുത്ത കവിളിൽ നിന്നായിരുന്നു. പിന്നീട് അവളുടെ നോട്ട്ബുക്ക് പരിശോധിച്ചപ്പോൾ കരയാതെ വായിച്ചു തീർക്കാൻ കഴിയാത്ത 3 പേജുള്ള ഒരു കുറിപ്പും അധ്യാപിക കണ്ടു. 1 വർഷത്തോളമായി രണ്ടാനമ്മയിൽ നിന്നും പിതാവിൽ നിന്നും ആ കുഞ്ഞ് അനുഭവിക്കുന്നത് ക്രൂരമായ പീഡനങ്ങളാണ്. കുഞ്ഞിനെ പ്രസവിച്ച് 7ാം ദിവസം മാതാവ് തെസ്നി അവളെ വിട്ടു പോവുകയായിരുന്നു. പിന്നീട് പിതാവായ അൻസാറിന്റെ മാതാപിതാക്കളാണ് കുട്ടിയെ വളർത്തിയിരുന്നത്. തുടർന്ന് 5 വർഷങ്ങൾക്ക് മുൻപാണ് അൻസാർ മാതൃ സഹോദരന്റെ മകളായ ഷബീനയെ 2ാമത് വിവാഹം കഴിക്കുന്നത്. ഇവർക്ക് 4 വയസ്സുള്ള ഒരു മകനുമുണ്ട്. കഴിഞ്ഞ ദിവസം രാവിലെ സ്കൂളിലെത്തിയ 4ാം ക്ലാസ്സുകാരിയുടെ കവിളിൽ കണ്ട പാട് എന്താണെന്ന് ചോദിച്ചതോടെയാണ് ഈ സംഭവങ്ങളെല്ലാം പുറംലോകം അറിയുന്നത്. മുറിയിൽ ഉറങ്ങിക്കിടന്ന തന്നെ കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെ ഷെബീന തലമുടിയിൽ കുത്തിപ്പിടിച്ച് മുറിക്ക് പുറത്തേക്ക് വലിച്ചു കൊണ്ടുവന്നുവെന്നും തന്നെക്കുറിച്ച് പല കള്ളക്കഥകളും പിതാവിനോട് പറഞ്ഞുവെന്നും കുട്ടി അധ്യാപകരോടും പോലീസിനോടും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിനു പിന്നാലെ 2 പേരും ചേർന്ന് 2 കവിളുകളിലും മാറി മാറി അടിച്ചുവത്രേ. കൂടാതെ ആ കുഞ്ഞിന്റെ കാൽമുട്ടും അടിച്ചു തകർത്തു. അൻസാറിന്റെ കുടുംബ വീട്ടിൽ ഒന്നിച്ച് താമസിച്ചു വന്നിരുന്ന ഇവർ 2 മാസങ്ങൾക്ക് മുൻപാണ് പുതിയ വീട് വെച്ച് താമസം മാറുന്നത്. ശുചിമുറിയിൽ കയറരുത്, സോഫയിൽ ഇരിക്കരുത്, ഫ്രിഡ്ജ് തുറക്കരുത് തുടങ്ങി നിറയെ വിലക്കുകളും ഈ 4ാം ക്ലാസ്സുകാരിക്ക് ആ പുതിയ വീട്ടിൽ നേരിടേണ്ടി വന്നു. തന്റെ പിതാവിന്റെ ഉമ്മയുടെ അടുത്തേക്ക് തന്നെ വിടണമെന്ന കുറിപ്പിലും അധ്യാപകരോടും പോലീസിനോടുമെല്ലാം ആ കുട്ടി അപേക്ഷിക്കുകയും ചെയ്തു. ഈ സംഭവങ്ങളെല്ലാം സ്കൂൾ അധികൃതർ പോലീസിനെ അറിയിച്ച് പോലീസ് അൻസാറിന്റെ വീട്ടിലേക്ക് എത്തിയപ്പോഴേക്കും ഷബീനയെയും കുട്ടി അൻസാർ ഒളിവിൽ പോയിരുന്നു. സംഭവത്തിൽ ഇരുവർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ അൻസാർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നും നൂറനാട് പോലീസ് പറഞ്ഞു. കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം അൻസാറിന്റെ മാതാവ് ബന്ധുവീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കുട്ടിയെ ശിശുക്ഷേമ സമിതിയുടെ സംരക്ഷണത്തിൽ അയക്കുമെന്നാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.